അപ്പോൾ 95-ലും 98-ലൊക്കെ നടന്ന സംഭവങ്ങൾ നല്ല വ്യക്തമായിട്ട് അറിയാം. അപ്പോഴൊക്കെ ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എൻ്റെ ലൈഫിൽ കണ്ട കുറച്ച് പേരെയൊക്കെ ഞാൻ ഒന്ന് നോക്കിയപ്പോൾ അതിനകത്ത് 1-2 പേരുടെ, ഒരാളെ മാത്രമല്ല, അതിൽ ഒരു ചമ്പക്കര മാർക്കറ്റിൽ സതീശൻ ചേട്ടൻ്റെ ഒരു ബിഹേവിങ് ഇയാൾക്ക് വേണ്ടിയിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പനക്കൽ രാജേന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഈ 2 പേരും ഇല്ല. സതീശൻ ചേട്ടനും പോയി. സതീശൻ ചേട്ടൻ ഞങ്ങളുടെ ഒരു ആശാനാണ്. ആശാനെന്നാണ് വിളിക്കണത്. ഞാൻ മാർക്കറ്റിലുള്ളപ്പോഴും സതീശൻ ചേട്ടന് അത്യാവശ്യം ഈ ഗുണ്ട പശ്ചാത്തലമൊക്കെ ഉള്ള, ഒന്നും കൂടി പറഞ്ഞാൽ എല്ലാവർക്കും, എറണാകുളത്തുള്ള കൊച്ചിയിലുള്ള എല്ലാവർക്കും അറിയപ്പെടുന്ന സതീശനാണ്. 18 സതീശൻ എന്ന് പറയും. പിന്നീടാണ് നമ്മൾ അറിയണത് ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം ചെറുപ്പത്തിൽ നടത്തിയ കാര്യങ്ങളൊക്കെ പിന്നീട് അറിയുന്നതാണ്. കഥകളൊക്കെ കേട്ടിട്ടുണ്ട്, ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ പോകുന്നില്ല. അപ്പോൾ ഈ സതീശൻ ചേട്ടനെ ഞാൻ കുറച്ച് കാര്യങ്ങൾ, സതീശൻ ചേട്ടൻ്റെ പ്രത്യേകതകൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. സതീശൻ ചേട്ടൻ മാർക്കറ്റ് സമയം കഴിഞ്ഞാൽ, അതായത് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞാൽ, 11 മണി 12 മണി കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് എല്ലാവരും പോയി, മാർക്കറ്റ് ഇങ്ങനെ മീനിൻ്റെ ചെതുമ്പലും മറ്റതും മറിച്ചതൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഒരു നിക്കർ ഇട്ടിട്ട് ഷർട്ട് ബട്ടൺസ് അഴിച്ച്, ചിലപ്പോൾ ഷർട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഷർട്ട് ഇങ്ങനെ ഒരു ഇത്രയും വരെ, ഈ വയറ് വരെ ഉള്ള ബട്ടൺസുകൾ അഴിച്ചിട്ടിട്ട് ഈ മാർക്കറ്റ് ക്ലീൻ ചെയ്യുന്നൊരു രംഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നടപ്പ് ശൈലിയുണ്ട്. നെഞ്ചിങ്ങനെ വിരിച്ചിട്ട് ഈ ഇടയ്ക്ക് ഇങ്ങനെ ഷർട്ട് ഇങ്ങനെ കയറ്റിയിടലും, അങ്ങനത്തെ ചില പെരുമാറ്റങ്ങളുണ്ട്. അതൊന്ന്. ഇതേപോലെ തന്നെ തങ്കച്ചൻ എന്ന് പറയുന്ന എൻ്റെയൊക്കെ ബാലൻ ചേട്ടൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞങ്ങൾ RLV സ്കൂളിൻ്റെ പരിസരത്തുള്ള ഞങ്ങളുടെ ഒരു സംഘത്തലവനായിരുന്നു തങ്കച്ചേട്ടൻ. തങ്കച്ചേട്ടൻ ഞങ്ങളുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ വരും. തങ്കച്ചേട്ടനെ ഞങ്ങൾ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, തങ്കച്ചേട്ടൻ്റെ ഈ കയ്യിൽ ഇവിടെ ഇങ്ങനെ വെട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വെട്ടിൻ്റെ കഥ നമുക്കറിയാവുന്നത്, തങ്കച്ചേട്ടൻ ലോറിയിൽ പണി പഠിക്കാൻ പോകുമ്പോൾ തങ്കച്ചേട്ടൻ്റെ ആശാനെ ഒരുത്തൻ വെട്ടാൻ വന്നു, ഇടിയുണ്ടായി. അപ്പോൾ ആശാനെ വെട്ടിയപ്പോൾ തങ്കച്ചേട്ടൻ കയറി പിടിച്ചതാണ് വടിവാളിൽ. അങ്ങനെ വെട്ട് കിട്ടിയ കൈകളുണ്ട്. അപ്പോൾ തങ്കച്ചേട്ടനാണ് ഈ ഞങ്ങളുടെ പുരുഷത്വത്തിൻ്റെ, അല്ലെങ്കിൽ ആണത്തം എന്നൊക്കെ പറയുന്ന ഒരു റോൾ മോഡൽ തങ്കച്ചേട്ടനാണ്. തങ്കച്ചേട്ടൻ ഈ പറഞ്ഞ പോലെ നെഞ്ച് വിരിച്ച് എന്തടാ പന്നി, ആ ഡയലോഗ് നിനക്ക് ഇടിക്കണ എന്നൊക്കെ പറയുന്ന അത്തരം ടോണുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില പെരുമാറ്റങ്ങൾ, ചില ഇടപെടലുകൾ, അത് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സതീശൻ ചേട്ടൻ, തങ്കച്ചേട്ടൻ. പിന്നെ പനക്കൽ രാജേന്ദ്രൻ, അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഈ ഗുണ്ട ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളാണ്. ആ മനുഷ്യനോടും ഈ ആരാധന തോന്നുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, തൃപ്പൂണിത്തുറ ആശുപത്രിപ്പടിയുടെ മുമ്പിൽ വെച്ച് ഒരു കുത്ത് നടന്നു, കത്തിക്കുത്ത്. ആശുപത്രിപ്പടിയുടെ മുമ്പിലല്ല, സ്റ്റാച്യു ജംഗ്ഷൻ്റെ അവിടെ വെച്ച് നാഗപ്പൻ ചേട്ടൻ തോപ്പിലുള്ള നാഗപ്പൻ ചേട്ടനും രാജേന്ദ്രനൊക്കെ കൂട്ടുകാരായിരുന്നു. അപ്പോൾ അവർ എന്തോ വാക്ക് തർക്കമോ എന്തോ, എനിക്ക് അതിൻ്റെ ഡീറ്റെയിലിംഗ് അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു കുത്ത് നടന്നു. കുത്തിയിട്ട് ഈ പബ്ലിക്കിൽ കുത്തി എന്നുള്ള ഒരു ആരാധന, അതായത് പുള്ളി റൗഡിയായി എന്നുള്ളൊരു ഈ ഗുണ്ടകളോട് ഒരു ആരാധന ചെറുപ്പം പോലെ ഉണ്ട്. ഈ ഇടികൾ എവിടെയെങ്കിലും കണ്ട അവിടെ നിന്ന് ആ ഇടി കാണുക, ഈ ബസ്സുകാർ തമ്മിലുള്ള ബഹളങ്ങൾ, അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് കലയിലേക്ക്, ബാസബരിയിലേക്ക് വീണില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിലേതെങ്കിലും ഒരു പേരിൽ ഞാനും ഇടം നേടാനുള്ള എല്ലാ യോഗ്യതകളും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ കുത്ത് കിട്ടിയിട്ട് ഈ നാഗപ്പൻ ചേട്ടൻ ഈ പുറത്തേക്ക് ചാടിയ സാധനമൊക്കെ അകത്തേക്ക് ഫില്ല് ചെയ്തിട്ട് ഇത് പൊത്തിപ്പിടിച്ച് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക്
വന്നു എന്ന് പറയുന്നൊരു കഥ കേട്ട് ഈ രണ്ടുപേരോടും ആരാധനയാണ്. ഈ കൂത്തിയ ആളോടും കൂത്ത് കിട്ടിയിട്ട് ഈ സാധനമൊക്കെ പൊത്തിപ്പിടിച്ച് നടന്നു, എന്താ പറയുക, അവിടെ നിന്ന് ഇവിടം വരെ തന്നെത്താനെ ആശുപത്രിയിലേക്ക് വന്നു എന്ന് പറയുന്ന നാഗപ്പൻ ചേട്ടനോടും ഭയങ്കര ആരാധനയായിരുന്നു. അപ്പോൾ ഈ രാജേന്ദ്രൻ ചേട്ടൻ്റെ ഒരു പരിപാടി എന്ന് വെച്ചാൽ രാജേന്ദ്രനട എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. രാജേന്ദ്രൻ്റെ അടുത്ത് കളിക്കണ്ട എന്ന് പറയുന്നൊരിതുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു സംഭാഷണ ശൈലിയുണ്ട്. വാടാ രാജേന്ദ്രനാടാ എന്ന് പറയുന്ന ഈ രാജേന്ദ്രനെ സ്വയം ഇങ്ങനെ എപ്പോഴും രാജേന്ദ്രൻ എന്ന് പറയുന്ന ടൈറ്റിൽ പുള്ളി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ബാലനാടാ വാടാ ഇടിക്കാടാ ബാലനാടാ എന്ന് പറയുന്ന ആ ഡയലോഗ് പറയാനുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇംപ്രവൈസേഷനുള്ള ഒരു കിട്ടിയത് ഈ 3 പേരെയും വെച്ചിട്ടാണ്. ഈ റബ്ബർ പന്ത് എന്ന് പറയുന്ന ആ ഒരു ചലനമൊക്കെ വെച്ചിട്ടാണ് ബോഡി ലാംഗ്വേജും അല്ലെങ്കിൽ ഈ ബാലൻ ചേട്ടനെ പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു അതിൻ്റെ ഒരു പഠന രീതി ഇങ്ങനെയായിരുന്നു. പിന്നെ ഈ ആ കാലഘട്ടത്തിലെ ഈ സമുദായത്തിൽ ജീവിച്ചിട്ടുള്ള ആളുകളുടെ, അതായത് ബാലൻ്റെ അച്ഛൻ സ്ക്രീനിലുണ്ട്, അച്ഛൻ്റെ അച്ഛൻ സ്ക്രീനിലുണ്ട്, അതിൻ്റെ അച്ഛനില്ല. അങ്ങനെ ഈ കള്ളിമുണ്ടും ഷർട്ടും ബട്ടൺസ് 2 അഴിച്ചിട്ടിട്ട് ഷർട്ടും പല്ല് വെച്ച് അവിടെ ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സീൻ കൃഷ്ണൻ ഗംഗ ഇങ്ങനെ ബൈക്കിൽ വരുന്നു. ആ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു വീട്ടിൻ്റെ വരാന്തയിൽ ചാടിക്കയറി ഇരിക്കുന്നു. ഇതാണ്. അപ്പോൾ ഞാൻ അകത്തേക്ക് അങ്ങോട്ട് പോയിട്ടില്ല. അവിടെ അന്ന് ആ സീനിൽ ദുൽഖർ ഉണ്ട്, പക്ഷേ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ദുൽഖർ വന്നിട്ടില്ല. അങ്ങനെ ബാലേട്ടനും രാജീവേട്ടനും ഇരിക്കുന്നു. എന്നെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരാൾ കൂടെ വന്നിട്ടുണ്ട്. അത് വന്നത് ചക്കരയാണെന്ന് തോന്നുന്നു, ചക്കര എന്ന് വിളിക്കുന്ന നമ്മുടെ പ്രമോദേട്ടൻ. അപ്പോൾ എന്നെ കൊണ്ടുപോയി ഇങ്ങനെ രാജീവേട്ടൻ അപ്പോൾ രാജീവേട്ടൻ നോക്കി, ബാലേട്ടൻ നോക്കി. അപ്പോൾ ഞാൻ എന്നിട്ട് പോയി, രാജേട്ടൻ ഞാൻ ഇങ്ങനൊരു ഇങ്ങനെ നടക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ മുമ്പിൽ ഇങ്ങനെ നടന്ന് കാണിച്ചു. മൂമെൻറ്റ്സ് ആ ക്യാരക്ടറിന് വേണ്ടി ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള മൂമെൻറ്റ്സ് ഞാൻ രാജീവേട്ടൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റൈറ്റർ പി ബാലേട്ടനുണ്ട്, പിന്നെ മധു നീലകണ്ഠൻ. അപ്പോൾ അവരിരുന്ന് ഇങ്ങനെ രസകരമായിട്ട് അതിനെ എന്താ പറയുക, കൗതുകത്തോടെ ഒരു പുതിയ ആളുടെ, അതായത് എന്താ പറയുക, പുത്തനച്ചി എന്ന് പറയുന്ന പോലെ ഭയങ്കര ആ ഫ്രഷ്നെസ്സിൻ്റെ ഒരു ഇതുണ്ടല്ലോ, വന്ന് മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കാണിക്കുന്നു. അപ്പോൾ കൊള്ളാടാ. അപ്പോൾ ബാലേട്ടൻ ഇങ്ങനെ പറയണം, കൊള്ളാടാ നീ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അന്ന് രാവിലെ അത് കഴിഞ്ഞ് അഴിച്ചു വെച്ചു. പിന്നെ അവരുടെ കൂടെയൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മുടെ ഷോട്ട് എടുക്കാമെന്ന് പറഞ്ഞു. ആ ഷോട്ടിന് പോകുന്നു. ഒരു 5 മണി 5:30 ഒക്കെ ആയപ്പോൾ അവിടെ ചെല്ലുന്നു. നമ്മുടെ മാത്തൂർ പാലത്തിൻ്റെ അടിയിൽ ഒരു ക്ഷേത്രമുണ്ട്. അതിൻ്റെ ഒരു ചെറിയ റോഡാണെങ്കിലും വലിയ വണ്ടികളും നല്ല തിരക്കുള്ള റോഡ് തന്നെയാണ്. അപ്പോൾ അവിടെ ഈ പറമ്പിൽ ഇങ്ങനെ കെട്ടുന്നു കാര്യങ്ങൾ, എന്താ പറയുക, വളക്കട ഇതൊക്കെ സെറ്റ് കെട്ടുന്നു കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് നേരത്തെ പോയിട്ടുണ്ട്. നേരത്തെ പോയി ഈ പറഞ്ഞ മേക്കപ്പൊക്കെ ചെയ്യാനായിട്ട് നേരത്തെ ചെന്ന് ഇരിക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ആവുകയാണ്. കാരണം അവിടെ അതിന് സൗകര്യമില്ല എന്നുള്ളൊരു പ്രശ്നം വന്നിട്ട് അവിടെ നിന്ന് ഷിഫ്റ്റായി വേറൊരു ഭാഗത്തേക്ക് മാറുന്നു. എന്നിട്ട് ഒരു വേദി കെട്ടിയിട്ടുണ്ട്. ഈ വേദിയിൽ നമ്മുടെ പ്രവീണിനെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് ഗംഗ. അപ്പോൾ ഇവരെയൊക്കെ പരിചയപ്പെട്ടു കേട്ടോ. ഗംഗ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ, വിനായകൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടറിൻ്റെ ചെറുപ്പം ചെയ്യുന്നത് പ്രവീണാണ്. പിന്നെ എൻ്റെ ചെറുപ്പം ചെയ്യുന്ന പയ്യൻ, അവനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ. ഒരു ദിവസം കണ്ടു. അവന് ഈ പറഞ്ഞ പോലെ ഒന്നും മിണ്ടാത്ത ഒരു പാവം പയ്യൻ. പക്ഷെ ഞങ്ങൾ തമ്മിൽ മുഖത്തിൻ്റെ ഒരു ചെറിയ ഷേപ്പുകളുണ്ട്, എന്നാലും അത്ര സാമ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പല്ല് വയ്ക്കുമ്പോൾ എല്ലാവരും തമ്മിൽ നല്ല സാമ്യം വരും. അതാണ് ഈ പല്ലിൻ്റെ ഒരു ഗുട്ടൻസ്.
പല്ല് വരാനുള്ള ഒരു റീസൺ അതുമാണ്. പല്ലിൻ്റെ കാര്യത്തിലേക്ക് പിന്നെ വരാം. അപ്പോൾ ഫസ്റ്റ് ഷോട്ടിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഷോട്ടിന് മുമ്പ് കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. അവിടെ വളക്കടകൾ, ഉത്സവത്തിൻ്റെ സെറ്റുകളൊക്കെ ആയി. ഈ പ്രവീണിനെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കൃഷ്ണൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന ഷാനു ഉണ്ട്. പിന്നെ ആ ചെറിയ പ്രായങ്ങൾ ചെയ്യുന്ന എല്ലാവരും ഉണ്ട്. മജീദിൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന അവനുണ്ട്, ചിക്കു ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഫസ്റ്റ് ഷോട്ട് എടുക്കാനായിട്ട് പാട്ടിടുന്നു, മൈക്കിൾ ജാക്സൻ്റെ പാട്ടിടുന്നു. പ്രവീൺ അവിടെ സ്റ്റെപ്പുകൾ ചെയ്യുന്നു. അപ്പോൾ ക്യാമറ പുറകിൽ നിന്ന് ആണ് ഫസ്റ്റ് ഷോട്ട്. അപ്പോൾ എന്നോട് തുള്ളിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ തുള്ളുന്നു, ഞാനിങ്ങനെ ഈ സ്റ്റെപ്പൊക്കെ വയ്ക്കുന്നു. ബാലൻ ചേട്ടൻ്റെ അന്നത്തെ ആ കാലഘട്ടത്തിൻ്റെ ഒരു സാധനമാണ് ഈ കയറ്, ഇങ്ങനെ മറ്റേ മൂൺ വാക്ക്, ഇതൊക്കെ. അപ്പോൾ അത് അനിയൻ ബ്രേക്ക് ഡാൻസുകാരനാണ്. പക്ഷേ ചേട്ടന് അറിയില്ലെങ്കിലും ചേട്ടൻ ഈ പറഞ്ഞ ആഗ്രഹം കൊണ്ട് കളിക്കുന്ന ഒരു ചേട്ടൻ എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് കാണിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് അതാണ്. കൂളായിട്ട് പോയി, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ ഫ്രണ്ട് കാണിക്കുന്നു. അപ്പോൾ സുരേന്ദ്രൻ മുതലാളിയുണ്ട്, അതായത് അനിൽ നെടുമങ്ങാട്. പിന്നെ ചെമ്പിൽ അശോകൻ, പിന്നെ ആതിര ഡ്രാമ സ്കൂൾ സ്റ്റുഡൻ്റാണ്. ആതിരയാണ് അനിതയുടെ അമ്മയായിട്ട് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ആതിര അന്ന് വളരെ ചെറിയ കുട്ടിയാണ്. അവൾ 23-25 വയസ്സാണെന്ന് തോന്നണം. ആതിരയാണ് ഈ അനിതയുടെ അമ്മയായിട്ട് നരച്ച മുടിയൊക്കെ ആയിട്ട് വേഷം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ചിരിക്കാൻ കാരണം വേറൊന്നുമല്ല, അവളുടെ ആ വയസ്സായിട്ടുള്ള അഭിനയത്തെ ഞങ്ങൾ ട്രോളും കളിയാക്കുകയൊക്കെ ചെയ്യും. മോനെപ്പോൾ വന്ന് എന്ന് പറഞ്ഞ് അവളെ കളിയാക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് നേരെയായി ക്യാമറ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തകർത്തു. നമ്മൾ ഫസ്റ്റ് സീൻ വിജയകരമായി. ഈ സ്റ്റെപ്പൊക്കെ വയ്ക്കുന്നു, എന്ന് പറഞ്ഞിങ്ങനെ ഒച്ചയെടുക്കുന്നു. അപ്പോൾ ആശാൻ ഇതൊക്കെ നോക്കി ആശാൻ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, സുരേന്ദ്രൻ ആശാൻ. ബാക്കി അനിയന്മാരുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ് എനിക്ക് അന്ന് പാക്കപ്പാണ്. അത് കഴിഞ്ഞ് പോകുന്നു. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് ശമ്പളം സംസാരമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. പപ്പുച്ചേട്ടനാണ് ഇതിൻ്റെ പൈസ കൈകാര്യം ചെയ്യുന്നത്. രാജീവേട്ടൻ്റെ അനുജനാണ്. സെക്കൻഡ് ഷോ എന്ന് പറയുന്ന സിനിമയുടെ ക്യാമറാമാനാണ്. ഈ കമ്മട്ടിപ്പാടത്തിൻ്റെ സെക്കൻഡ് ക്യാമറാമാനാണ്. അങ്ങനെ ഒരുപാട് സിനിമയ്ക്ക് ക്യാമറ ചെയ്തിട്ടുള്ള. പിന്നെ രാജീവേട്ടൻ എനിക്ക് തന്നിട്ടുള്ള രാജീവേട്ടൻ മണി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കണം എന്ന് പ്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് കഴിക്കണമല്ലോ, രാത്രിയാകുമ്പോൾ കഴിക്കണം. അപ്പോൾ ഒരു ക്വാർട്ടർ വാങ്ങിക്കുക, പിന്നെ അതിന് ടച്ചിങ്സും കാര്യങ്ങൾക്കും ഉള്ള ഒരു 10-500 രൂപയും ഒരു ക്വാർട്ടറും കിട്ടിയാൽ നേരെ പോവുക, 31 പോവുക, ഫുഡ് കഴിച്ച് ഇതും അടിച്ച്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ബാലൻ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ വിനായകൻ ചേട്ടൻ ആ സീൻ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും കട്ട് പറഞ്ഞതിന് ശേഷവും ഈ ക്യാരക്ടറിനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അത് നാടകത്തിൽ സാധ്യമാണ്. നാടകത്തിൽ അങ്ങനെ തന്നെയാണ് പോകുന്നത്. നമ്മൾ ആ നാടകം റിഹേഴ്സൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ക്യാരക്ടർ ഇങ്ങനെ ഉണ്ടാവും. ആ നാടകം കളിച്ച് അത് ഒഴിവാക്കുന്നവരെ നമ്മളത് നമ്മൾ അറിഞ്ഞു അറിയാതെയൊക്കെ അതിൻ്റെ എന്താ പറയുക, ഒരു പ്രേതം നമ്മളെ പിന്തുടരും എന്ന് പറഞ്ഞാൽ സിനിമയിൽ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ചില സിനിമകൾക്ക് അത് ആവശ്യമാണ്. കമ്മട്ടിപ്പാടം പോലത്തെ സിനിമയ്ക്ക് അത് ആവശ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാലൻ ചേട്ടൻ കളി ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ പിള്ളേരുടെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ബാറിൽ പോയിട്ട് അവിടെ നിന്നടിക്കുക, ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു നടപ്പും കാര്യങ്ങളൊക്കെ. 31 വന്ന് കിടക്കുക, പിറ്റേ ദിവസം ഷൂട്ട്.
എൻ്റെ രണ്ടാമത്തെ സീനുകൾ, അടുത്ത സീനുകൾ എടുക്കുന്നു. അതിൽ പിന്നെ എടുക്കുന്നത് ഞങ്ങൾ 3 പേരും തമ്മിലുള്ള ഈ പിള്ളേരുമായിട്ടുള്ള സീനുകളാണ്. ചാരായ ഷാപ്പിൽ ഇടി കഴിഞ്ഞതിന് ശേഷം ചാരായ ഷാപ്പിൽ നിന്നിട്ട് ഇന്നടാ പിടിച്ചോ, ഇന്ന് നീയൊക്കെ എടുത്ത പണിയുടെ കൂലിയാണ് എന്ന് പറയുന്ന സീൻ, ആ സീന് എടുക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ എന്താ പറയുക, ഇതിന് മുമ്പ് വലിയൊരു പണി കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ ഇടി ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പാണ് ഇത് കഴിഞ്ഞിട്ടുള്ള സീൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം സിനിമയ്ക്കുണ്ട്. നമുക്ക് നാടകത്തിന് കണ്ടിന്യൂഷൻ അറിയാൻ പറ്റും. സിനിമ ഇപ്പോൾ നമ്മളോട് പറയുമ്പോഴാണ് നമ്മളിത് അറിയണത്. ഇതിന് മുമ്പ് എന്താണെന്നുള്ളത് ചോദിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിയല്ല, അങ്ങനെ ഒന്ന് പറയുന്നൊരു രീതിയില്ല. ഇപ്പോൾ എടുക്കാൻ പോകുന്ന കാര്യം പറയും. പിന്നെ ഇതിനു മുമ്പ് നിങ്ങൾ തിയേറ്ററിൽ ഇടി കഴിഞ്ഞിട്ട് വന്നേക്കാണെന്ന് പറയും. പക്ഷേ ആ ഇടി എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇടിക്കുമ്പോഴാണല്ലോ അറിയണം. അപ്പോൾ അവിടെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് വന്നേക്കണത്, വന്നു കഴിഞ്ഞിട്ടുള്ള ശരീരത്തിൻ്റെ ക്ഷീണം എന്താണ്, ആ ഒരു സന്തോഷം എന്താണ്, അല്ല നമ്മൾ ജയിച്ചു, നമ്മുടെ കയ്യിൽ പൈസ വന്നു എന്നുള്ള സന്തോഷം എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോഴാണല്ലോ അറിയപ്പെടുക, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പക്ഷേ ഇത് നേരെ തിരിച്ചാണ്. ആദ്യം ഷാപ്പിൽ ആ സീൻ കഴിഞ്ഞിട്ടുള്ള സീൻ എടുക്കുന്നത്. ഷാപ്പിൽ വന്നിട്ട് ഇവർക്ക് കള്ള് കൊടുക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് വേറൊരു അവിടുത്തെ സ്ഥിരം പറ്റുകാരൻ, ഒരു കണ്ണൻ ചേട്ടൻ വന്നിട്ട് പൈസ ചോദിക്കുന്നു. അപ്പോൾ അയാളെ കളിയാക്കുന്നു. എന്നിട്ട് ഇവർക്ക് പൈസ വീതിച്ചു കൊടുക്കുന്നു, ഈ സാധനം എടുക്കുന്നു. അപ്പോൾ അവിടെ ഒരു ടയേർഡ്നെസ് വേണം. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്താ എടുക്കാൻ പോകണം, എന്ത് കഴിഞ്ഞിട്ടാണ് ബാലൻ വന്നേക്കണം എന്നുള്ളത് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. പക്ഷേ അന്നത്തെ ദിവസം ഞാൻ ടയേർഡായിരുന്നു. രാവിലെ എന്തൊക്കെയോ പരിപാടിക്കൊക്കെ പോയി, ഈ പറഞ്ഞ പോലെ ഉച്ചത്തെ ഉറക്കവും കഴിഞ്ഞ് ഒരു ഇടി കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ടയർഡ്നെസ് എനിക്കുണ്ടായിരുന്നു. ആ സീൻ ഇപ്പോഴും എടുത്ത് കാണുമ്പോഴും അത് മനസ്സിലാവും. അതുമായിട്ട് യോജിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഈ പറഞ്ഞ കൃത്യമായിട്ട് ഈ അവിടെയൊക്കെ വേണമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പ്രകൃതി ക്രിയേറ്റ് ചെയ്തതാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് ഇപ്പോൾ ആ സിനിമ കൂട്ടി വായിച്ച് കാണുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് അന്ന് അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ഇത് വേറൊരു 2 ബോഡി ലാംഗ്വേജ് ആയിട്ട് കിടന്നേനെ. അല്ലെങ്കിൽ അത് സംവിധായകൻ തിരുത്തും, എന്നാലും നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മളുടേതായൊരു കോൺട്രിബ്യൂഷൻ ചെയ്യണമെങ്കിൽ നമുക്കിത് അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അത് ചെയ്തു. പിന്നെ തിയേറ്റർ സീൻ, മറ്റ് ആൾക്കാർ അസിസ്റ്റൻസൊക്കെ പറയുന്നുണ്ട് നാളെ മറ്റേ തിയേറ്റർ സീനാണ്, തകർക്കണം പൊളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാവിലെ തിയേറ്ററിലേക്ക് ചെല്ലുകയാണ്. തിയേറ്ററിൽ ചെല്ലുമ്പോൾ അവിടെ കൂടി നിൽക്കേണ്ട ജൂനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പലതരത്തിലുള്ള പ്രായത്തിലുള്ള ആണും പെണ്ണും ഉണ്ട്, പെൺപിള്ളേരൊക്കെ ഉണ്ട്. ചെറിയ ഈ എൻ്റെ പ്രായത്തിൽ അല്ലെങ്കിൽ എന്താ പറയുക 17 വയസ്സ് 18 20 വയസ്സൊക്കെ ഉള്ള ആളുകൾ പെണ്ണുങ്ങളുണ്ട്, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് കോസ്റ്റ്യൂം എന്നുള്ള അറിയില്ല. അതായത് ഞാൻ ഇട്ടിരിക്കുന്ന ആ കോസ്റ്റ്യൂമിൽ തന്നെയാണ് ഇടി നടക്കാൻ പോണത് എന്നുള്ള ധാരണയാണ്. പക്ഷേ ഒരു ജട്ടി വാങ്ങിക്കാനായിട്ട് തൃപ്പൂണിത്തുറയിൽ ഞാനും ചന്തുവും കൂടി പോയിട്ടുണ്ട്. അതായത് പഴയ കുന്നത്തിൻ്റെ ഷട്ടി വേണം. അപ്പോൾ അത് ആ സമയത്ത് ആ ഷട്ടി ഇല്ല, അത് എന്താ പറയുക, അത് നിന്നു. ഇപ്പോൾ പുതിയ ടൈപ്പ് ഇങ്ങനെ എന്താ പറയുക ഒട്ടിക്കിടക്കുന്ന പോലത്തെ ഷഡ്ഡികളാണ്. ആ കുന്നത്തിൻ്റെ ടൈപ്പ് ഉള്ള ഷഡ്ഡി അന്വേഷിച്ച് തൃപ്പൂണിത്തുറ കുറേ കടകളിൽ കയറി ഇറങ്ങി നടന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് അതിനോട് മാച്ച് ചെയ്യാൻ പറ്റുന്നൊരു ഷഡ്ഡി. അപ്പോൾ അത് ഈ കോസ്റ്റ്യൂംകാർ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ കോസ്റ്റ്യൂമിലും മേക്കപ്പിലൊക്കെ നമ്മൾ അതിൻ്റെ ഭാഗമായതുകൊണ്ട് നിനക്ക് കിട്ടുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു വെക്കി എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ പ്രകാരമാണ് ഞാൻ സ്വയം അന്വേഷിച്ചത്. അങ്ങനെ ഒരു ചുവന്ന കളറ് ഷഡ്ഡി, ഈ അവർ പറഞ്ഞ സാധനം കിട്ടിയില്ല എങ്കിലും കിട്ടിയ ജഡ്ഡി വാങ്ങി ഇവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനാണ്, ഏത് സ്ഥലത്താണ് അത് ഉപയോഗിക്കാൻ പോകണമെന്നുള്ളത് അറിയില്ല. ഇങ്ങനെയൊക്കെ നേരത്ത് ഷർട്ട് ഊരാൻ പറഞ്ഞു. ഷർട്ട് ഊരി കഴിഞ്ഞ് ഷർട്ടും മുണ്ടും ഊരി അവിടെ എവിടെയെങ്കിലും വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഷോട്ടിൽ ഈ ഒരു ചെറിയ കാറുണ്ട്, ആ കാറിൻ്റെ സൈഡ് 2 വണ്ടികളുടെ സൈഡിൽ പുറകിൽ കൊണ്ടുപോയാണ് ഈ ഷർട്ടും മുണ്ടും വെച്ചേക്കണം. എന്നിട്ട്
ഈ പറഞ്ഞ ഷഡ്ഡിയാണ് തന്നിട്ടുള്ളത്. ഈ ഷഡ്ഡി തന്നിട്ട് പറഞ്ഞു ഈ ഷഡ്ഡിയാണ് കോസ്റ്റ്യൂം എന്നുള്ളത് കാര്യം മനസ്സിലായി. അപ്പോൾ ആ ഷഡ്ഡിപ്പുറത്ത് ആ ഷഡ്ഡി എൻ്റെ കയ്യിലേക്ക് വന്നത് അതിൽ ഈ കോൾഗേറ്റൊക്കെ വെച്ചിട്ട് ഒരു എന്താ പറയുക, ഈ ഉപ്പ് പിടിക്കില്ലേ, ഈ വേർപ്പിൻ്റെ ഉപ്പ് പിടിച്ച് ഒരു ഡിസൈൻ വരുമല്ലോ, ആ ഡിസൈനൊക്കെ ചെയ്ത് ചെറിയ ചെറിയ ഓട്ടയൊക്കെ ഇട്ട് ഭയങ്കര ഡീറ്റെയിലിംഗ് പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളൊരു ജട്ടി. അപ്പോൾ ഈ ജട്ടി വന്നു, ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം എന്ന് മനസ്സിലായി. ഊരി അവിടെ മാറി നിന്ന് കുറേ പുഷപ്പ് അടിച്ചു. അപ്പോൾ തോപ്പിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ സുമേഷ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ. ഈ കൂട്ടത്തിൽ നിൽക്കാനോ അല്ലെങ്കിൽ അവൻ ഷൂട്ടിങ് കാണാനോ എന്തിനോ വന്നു. അപ്പോഴാണ് ഞാൻ അഭിനയിക്കുന്നവർ അവൻ അറിയുന്നത്. അങ്ങനെ അവൻ വന്ന് വർത്താനം പറഞ്ഞു നിന്നു. അപ്പോൾ പുഷപ്പൊക്കെ അടിച്ച് ബോഡി ഒന്ന് വേർപ്പിച്ച് ഇവിടെയൊക്കെ ഒന്ന് ചാടിച്ച് ഒന്ന് സെറ്റാക്കി ഈ ജട്ടി ഇട്ട്. അപ്പോൾ മുണ്ട് ഉടുക്കും, ടേക്ക് സമയമാകുമ്പോൾ മുണ്ട് മാറ്റിയിട്ട് ഇത് ചെയ്യും. ആദ്യത്തെ ഇങ്ങനെ ഞാൻ ഫസ്റ്റ് ടേക്ക് പോണതിന് മുമ്പ് ഇങ്ങനെ ഈ ക്രൗഡിനെ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ പറഞ്ഞ പെണ്ണുങ്ങളും ഇതൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ നോക്കി. പക്ഷേ എന്നെ ഭയപ്പെടുത്തുകയോ നാണം വരികയോ അങ്ങനത്തെ പരിപാടിയൊന്നും തോന്നിയില്ല. ഇങ്ങനെ നോക്കി വരാൻ മുമ്പിൽ ഇത് ചെയ്യണം. അപ്പോൾ അത് ഒരു സൈഡിൽ കറക്റ്റ് എന്താ പറയുക ഓക്കെയാണ്, എങ്കിലും എന്തോ ഒരു ചെറിയൊരു പരിങ്ങലും ഉണ്ട്. പക്ഷേ ഇതിന് മുമ്പ് ഈ പറഞ്ഞ ആദിവാസിയുടെ ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ റോട്ടിൽ നിന്നാണ് ഈ കോസ്റ്റ്യൂം ചേഞ്ചും പരിപാടിയൊക്കെ നടത്തണം. അപ്പോൾ ഈ സ്ട്രീറ്റ് പ്ലേ എന്ന് പറയുന്ന ഒരു സങ്കേതം എന്നെ ആ സീൻ ചെയ്യാനായിട്ട് ഒരുപാട് സ്ട്രീറ്റ് പ്ലേയുടെ അതേ ഒരു പാറ്റേണിലാണല്ലോ ആ സീൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ഷെഡിപ്പുറത്ത് ഇത് കറക്കുന്നു, ഇടിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കൃഷ്ണനും ഗംഗയും വരുന്നു, അവരോട് ഡയലോഗ് പറയുന്നു, വാടാ ഇടിക്കടാന്ന് പറയുന്നു. പിന്നെ ഫൈറ്റ് മാസ്റ്റർ ദിലീപ് സുപ്രാജൻ, അദ്ദേഹമാണത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടോ മൂന്നോ ടേക്കിൽ ഈ ഫൈറ്റ് രംഗങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് പോകുമ്പോൾ ഈ ഡയലോഗ് പറയണം. ഡയലോഗ് പറഞ്ഞിട്ട് ഏതാണ് കമ്മട്ടിപ്പാടത്തെ പിള്ളേർ വിൽക്കൂട, ഇനിയും വിൽക്കും, കവിതാ തിയേറ്ററിൽ മാത്രമല്ല ഷേണാസിലും വിൽക്കും, അവിടെയും വിൽക്കും, ഇവിടെയും വിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡയലോഗുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ ഈ ഇത്രയും വലിയ ക്രൗഡിനെ ഒറ്റയ്ക്ക് ഈ കുഞ്ഞു മനുഷ്യൻ നിന്ന് വാടാ എന്നൊക്കെ പറഞ്ഞ് ഈ ബഹളമൊക്കെ കാണിച്ചിട്ട് ഈ ഡയലോഗും പറഞ്ഞ് ഇതിൻ്റെ ഇടയിൽ കൂടി ചുമ്മാ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്തോ ഒരു തൃപ്തിയില്ലായ്മ മനസ്സിലിങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ ടോപ്പ് ആംഗിൾ ഉണ്ട്, വൈഡ് ഉണ്ട്, അങ്ങനെ ക്യാമറ പരിപാടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ രാജീവേട്ടൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഈ മുണ്ട് ഷർട്ടും ഈ കാറിൻ്റെ മുകളിൽ ഊരി വെക്കട്ടെ, എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇവന്മാർ വന്ന് അവരെ ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ മേളിൽ കയറി നിന്നിട്ട് ഈ ഷർട്ട് ഈ ഡ്രസ് ചേഞ്ചിങ് ഇതിൻ്റെ മുകളിൽ നിന്ന് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഡയലോഗും പറയാം. അത് ചെയ്തു നോക്കാൻ പറഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ കമ്മട്ടിപ്പാടം ചെയ്യുമ്പോൾ ഈ ചെയ്തു നോക്ക് എന്ന് പറയുന്ന ഡയലോഗ് പല സ്ഥലങ്ങളിലും പോസിറ്റീവായിരുന്നു. ഞാൻ എന്ത് ഇംപ്രവൈസേഷൻ പറഞ്ഞാലും എന്നോട് ചെയ്തു നോക്കാം, വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, ചെയ്തു നോക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ചെയ്തു നോക്കിയതിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് വളരെ ചുരുക്കം ഇംപ്രവൈസേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ കാറിൻ്റെ മേളിൽ കയറിയിട്ട് ഒരു കറുത്ത കള്ളി ഷർട്ടാണ്. അപ്പോൾ ഷർട്ട് ഇട്ടിട്ട് ഈ ടിക്കറ്റുകൾ എടുത്തിട്ട് വിൽക്കൂടാ, ഇനിയും വിൽക്കൂടാ, കമ്മട്ടിപ്പാടത്തെ പിള്ളേർ ടിക്കറ്റ് വിൽക്കൂടാന്ന് പറഞ്ഞ ഡയലോഗ്. ആ ഇംപ്രവൈസേഷനാണ് പിന്നെ നാട്ടിലെ ചുവരുകളിലൊക്കെ പോസ്റ്ററായി മാറിയത്. അപ്പോൾ ആ ഇംപ്രവൈസേഷൻ വൻ വിജയമായിരുന്നു. ആദ്യത്തെ ദിവസം തകർത്തു, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും ഭയങ്കര ഹീറോയിസമൊക്കെ കാണിച്ചിട്ട് ഈ പിള്ളേരും വെറുതെ ഇങ്ങനെ നിൽക്കുന്നു, ഇയാളിങ്ങനെ വെറുതെ ഇവനോട് ഈ ഡയലോഗ് പറഞ്ഞു ചുമ്മാ നടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ എനിക്കൊരു തൃപ്തിക്കുറവ്. അത് മാത്രമല്ല, നമ്മൾ എൻ്റെ ചെറുപ്പം മുതലേ നമുക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഈ എന്നിലെ നടന് നിരന്തരം ഉണ്ടായിരുന്നു. അതും കൂടി ആയിരിക്കാം അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായത്. അവിടെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു
ഒരു ആഗ്രഹം ഉണ്ടായപ്പോൾ ഒരു ഇമ്പ്രവൈസേഷനാണ്. ഞാൻ രാജുവേട്ടൻ്റെ അടുത്തേക്ക് പോയിട്ട്, രാജുവേട്ടൻ ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞിട്ട് തിരിഞ്ഞിട്ട് ഇവന്മാർ ഒന്നും ചെയ്യാണ്ട് നിൽക്കാനുള്ള, അപ്പോൾ ഇവരോട് കൈയടിക്കടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോട്ടേന്ന് വെച്ചു. അപ്പോൾ രാജുവേട്ടൻ നിന്നിട്ട് ചെയ്തു നോക്കാം.